ഹായ് ഹലോ നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. PSC ആസ്പിരൻസിന് വേണ്ടിയിട്ടുള്ള ഒരു ക്ലാസ് ആണ് ഇന്ന് നമ്മൾ കണ്ടക്ട് ചെയ്യുന്നത്. PSCയുടെ 2023 വർഷത്തെ SI ക്വസ്റ്റ്യൻ പേപ്പർ, SI മെയിൻസ് പരീക്ഷയുടെ ക്വസ്റ്റ്യൻ പേപ്പറിന്റെ അകത്തു നിന്നുള്ള ഇന്ത്യൻ ഭരണഘടനയുമായി ബന്ധപ്പെട്ട ഒരു ചോദ്യമാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഒരു ചോദ്യത്തിലൂടെ നമ്മൾ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്ന കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ചാണ് ചർച്ച ചെയ്യുന്നത്. നമുക്കറിയാം, ദേശീയ പട്ടികവർഗ കമ്മീഷൻ എന്ന് പറയുന്നത് ഒരു ഭരണഘടനാ സ്ഥാപനമാണ്. അതിനെ സംബന്ധിക്കുന്ന ഒരു ചോദ്യം 2023 വർഷത്തെ SI മെയിൻസ് ക്വസ്റ്റ്യൻ പേപ്പറിൽ നിന്ന് നമ്മൾ എടുത്തിട്ടുണ്ട്. അപ്പം അതിന്റെ ഡിസ്കഷനിലൂടെ ആ കമ്മീഷനെ കുറിച്ച് പഠിക്കുകയാണ് ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ. ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് കാണാൻ വേണ്ടി സാധിക്കും. ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ഇൻകറക്റ്റ് ഇൻ കണക്ഷൻ ടു ദ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ്, ദേശീയ പട്ടികവർഗ കമ്മീഷനെ കുറിച്ചുള്ളതില് ഏതാനും സ്റ്റേറ്റ്മെന്റുകൾ, പ്രത്യേകിച്ച് 3 സ്റ്റേറ്റ്മെന്റുകൾ അവിടെ കൊടുത്തിട്ടുണ്ട്. അതിൽ ഏത് സ്റ്റേറ്റ്മെന്റ് ആണ് ഇൻകറക്റ്റ് ആയിട്ടുള്ളത് എന്നാണ് അവിടെ ക്വസ്റ്റ്യൻ. സ്റ്റേറ്റ്മെന്റ് വായിക്കാം. ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, കോൺസ്റ്റിറ്റ്യൂട്ടഡ് ത്രൂ ദ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെൻഡ്മെന്റ് ആക്ട് 2003, 2003 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ ഒരു ബോഡി നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് നിലവിൽ വന്നത് അല്ലെങ്കിൽ സ്ഥാപിച്ചിട്ടുള്ളത് എന്നാണ് ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്. നമുക്ക് അടുത്ത സ്റ്റേറ്റ്മെന്റ് നോക്കാം. The chairman and vice chairman have been conferred the rank of Union Cabinet Minister and Minister of State respectively. ദേശീയ പട്ടികവർഗ കമ്മീഷന്റെ ചെയർമാനും വൈസ് ചെയർമാനും they have the rank of Union Cabinet Minister, അതുപോലെ തന്നെ മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന 2 റാങ്കിലുള്ള ആളുകളാണ് ചെയർപേഴ്സണും വൈസ് ചെയർപേഴ്സണും ആവുന്നതെന്നാണ് രണ്ടാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ്, ഈ പറയുന്ന കമ്മീഷൻ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് empowered to investigate and monitor all matters relating to the safeguards provided for the community. ST കമ്മ്യൂണിറ്റിയുടെ സേഫ് ഗാർഡ്സിനും വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് അന്വേഷിക്കാനും മോണിറ്റർ ചെയ്യാനൊക്കെ ഉള്ള എംപവർമെന്റ് ഉള്ള അധികാരമുള്ള കമ്മീഷനാണ് ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്നാണ് മൂന്നാമത്തെ സ്റ്റേറ്റ്മെന്റ് പറയുന്നത്. അപ്പൊ ഇവിടെ ഇതിൽ ഏതാണ് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്? ചിലപ്പോൾ ഒരു സ്റ്റേറ്റ്മെന്റ് ആവാം, അല്ലെങ്കിൽ ഒന്നിൽ കൂടുതൽ സ്റ്റേറ്റ്മെന്റുകൾ ആവാം. അപ്പൊ ഇവിടെ ഓപ്ഷനിൽ തന്നിട്ടുള്ളത് ഇൻകറക്റ്റ് ആയിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് 1 and 2 ഇൻകറക്റ്റ് ആണെന്ന് തന്നിട്ടുണ്ട്. ഓപ്ഷൻ ബിയിൽ പറയുന്നത് 2 and 3 ഓൺലി ആണ് ഇൻകറക്റ്റ്. ഓപ്ഷൻ സിയിൽ പറയുന്നത് എല്ലാം ഇൻകറക്റ്റ് ആണ്, ഓൾ ഓഫ് ദി അബോവ് ഇൻകറക്റ്റ് ആണെന്ന് പറയുന്നു. ഓപ്ഷൻ ഡി നൺ ഓഫ് ദി അബോവ്, ഇതിൽ ഏതും ഇൻകറക്റ്റ് അല്ല, എല്ലാം ശരിയാണ് എന്നാണ് നാലാമത്തെ ഓപ്ഷൻ പറയുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ നമുക്ക് ചെക്ക് ചെയ്ത് പോവാം. ആൻസർ ആയിട്ട് വരുന്നത് ഓപ്ഷൻ ഡി ആണ്, നൺ ഓഫ് ദി അബോവ്. ഓരോ ഓപ്ഷനും ഇൻകറക്റ്റ് അല്ല, എല്ലാ ഓപ്ഷൻസും ശരിയാണ്, അല്ലെങ്കിൽ എല്ലാ സ്റ്റേറ്റ്മെന്റ്, ഓപ്ഷൻസ് അല്ല സ്റ്റേറ്റ്മെന്റ്, എല്ലാ സ്റ്റേറ്റ്മെന്റും ശരിയാണെന്നാണ് ഈ ഒരു ആൻസർ പറയുന്നത്. അപ്പൊ നമുക്ക് ആ സ്റ്റേറ്റ്മെന്റ് അനലൈസിസിലേക്ക് പോവാം. അപ്പൊ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് അഥവാ ദേശീയ പട്ടികവർഗ കമ്മീഷൻ, ഇതൊരു ഭരണഘടനാ സ്ഥാപനമാണ്. ഭരണഘടനാ സ്ഥാപനം എന്ന് പറഞ്ഞാല് കോൺസ്റ്റിറ്റ്യൂഷന്റെ അകത്ത് പ്രതിപാദിച്ചിട്ടുള്ള, ഭരണഘടനയ്ക്കകത്ത് പ്രതിപാദിച്ചിട്ടുള്ള ഒരു പാർട്ടിന്റെ അകത്ത് ഒരു ആർട്ടിക്കിൾ ആയിട്ട് പെർട്ടിക്കുലർലി പ്രതിപാദിച്ചു പോയിട്ടുള്ള ഒരു സ്ഥാപനത്തെയാണ് ഭരണഘടനാ സ്ഥാപനം എന്ന് വിളിക്കാറുള്ളത്. അപ്പൊ ആദ്യത്തെ പോയിന്റ് ആയിട്ട് നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്തും ഉണ്ടായിരുന്നു, പ്ലസ് ഇവിടെ അഡീഷണൽ ആയിട്ട് നമ്മൾ കൊടുത്തിട്ടുണ്ട്. 89th അമെൻഡ്മെന്റ് ആക്ട്, ഭരണഘടനയുടെ 89ാമത് ഭരണഘടനാ ഭേദഗതി, 2003 വന്നിട്ടുള്ള ഭരണഘടനാ ഭേദഗതി. ആ ഭരണഘടനാ ഭേദഗതിയിലൂടെയാണ് ഈ സ്ഥാപനത്തെ, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ നമ്മൾ ചുരുക്കത്തിൽ NCST എന്ന് പറയാറുണ്ട്, ഈ സ്ഥാപനത്തെ സ്ഥാപിച്ചത് എന്ന് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് കൊടുത്തിട്ടുണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. കാരണം തെറ്റായിട്ടുള്ള ഓപ്ഷൻ ചോദിച്ചപ്പോൾ അതൊന്നും തെറ്റല്ല എന്നുള്ള ഉത്തരമാണ് നമുക്ക് കിട്ടിയിട്ടുള്ളത്. അതിന്റെ അർത്ഥം ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. അതെ, ആ സ്റ്റേറ്റ്മെന്റ് ശരിയാണ്. 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 2003 കോൺസ്റ്റിറ്റ്യൂട്ട് ചെയ്യപ്പെട്ടിട്ടുള്ള ഒരു സ്ഥാപനമാണ് NCST എന്ന് പറയുന്നത്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് എന്ന് പറയുന്നത്. ആക്ച്വലി ഈ ഒരു 2003 അമെൻമെന്റോട് കൂടിയല്ല ഇങ്ങനെ ഒരു കമ്മീഷൻ വരുന്നത്. എന്നാൽ അതിന് മുമ്പേ ഈ കമ്മീഷൻ ഉണ്ടായിരുന്നു. പക്ഷെ സെപ്പറേറ്റ് ആയിട്ടുള്ള ഒരു കമ്മീഷനായിട്ട് മാറുന്നത്, സ്വതന്ത്രമായിട്ടുള്ള ഒരു കമ്മീഷനായിട്ട് മാറുന്നതാണ് ഈ 2003. അതിനു മുമ്പ് ഇത് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റ് എന്ന് പറയുന്ന ദേശീയ പട്ടികജാതി കമ്മീഷന്റെ കൂടെ ഉണ്ടായിരുന്ന, അല്ലെങ്കിൽ അതിന്റെ കൂടെ ഒറ്റ കമ്മീഷനായിട്ട്, നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് കാസ്റ്റും പ്ലസ് ഷെഡ്യൂൾഡ് ട്രൈബും കൂടെ ഒറ്റ കമ്മീഷനായിട്ടായിരുന്നു മുമ്പ് ഉണ്ടായിരുന്നത്.
അതിൽ നിന്നും വേർതിരിച്ച് പട്ടികവർഗ കമ്മീഷനെ ഒരു സെപ്പറേറ്റ് ആയിട്ടുള്ള ബോഡിയാക്കി മാറ്റുന്നത് ഈ 89th കോൺസ്റ്റിറ്റ്യൂഷണൽ അമെന്റ്മെന്റോട് കൂടിയാണ്. അപ്പം അത് സ്വതന്ത്രമായിട്ട് നിലവിൽ വന്നത് എന്ന് തന്നെയാണ് 2003 തന്നെയാണ്. അതിനു മുമ്പ് അത് വേറൊരു കമ്മീഷന്റെ കൂടെയായിരുന്നു എന്നുള്ളതാണ്. അപ്പൊ അങ്ങനെ 89ാമത് ഭരണഘടനാ ഭേദഗതിയിലൂടെ 2003 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിനെ സെറ്റപ്പ് ചെയ്യുന്ന സമയത്ത് അതിനു വേണ്ടി ഒരു ആർട്ടിക്കിൾ പ്രൊവൈഡ് ചെയ്യണമല്ലോ. കോൺസ്റ്റിറ്റ്യൂഷൻ അങ്ങനെ പ്രൊവൈഡ് ചെയ്യുന്ന ആർട്ടിക്കിള്, ഈ കമ്മീഷനെ കുറിച്ച് പറയുന്ന ആർട്ടിക്കിൾ 338 ക്യാപിറ്റൽ ലെറ്റർ എ ആണ്. 338A എന്ന് പറയുന്ന ആർട്ടിക്കിളിലാണ് ഈ കമ്മീഷനെ കുറിച്ച് ഭരണഘടനയ്ക്കകത്ത് പറയുന്നത്. എന്നാൽ 2003 ഈ കമ്മീഷൻ സ്ഥാപിതമായിട്ടുണ്ടെങ്കിലും ഇത് പ്രാബല്യത്തിൽ വരുന്നത്, ഈ കമ്മീഷൻ, ഈ ബോഡി കെയിം ഇൻ ടു എൻഫോഴ്സ്ഡ് ആവുന്നത് 2004 മുതലാണ്. 2004 ഫെബ്രുവരി 19 നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സ് പ്രാബല്യത്തിൽ വരുന്നത്. ഈ കമ്മീഷന്റെ അകത്ത് ആരൊക്കെ ഉണ്ടെന്ന് നമുക്ക് ചെക്ക് ചെയ്യാം. ഇതിന്റെ അകത്ത് 5 മെമ്പേഴ്സ് ആണ്. ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ അംഗസംഖ്യയായിട്ട് ഭരണഘടന പറയുന്നത് 5 എന്നുള്ള അംഗങ്ങളാണ്. 5 അംഗങ്ങളാണുള്ളത്. അതിനൊരു ചെയർപേഴ്സൺ ഉണ്ട്, അതിന് താഴെ ഒരു വൈസ് ചെയർപേഴ്സൺ ഉണ്ട്, മറ്റ് 3 അംഗങ്ങളുണ്ട്. അങ്ങനെ 5 പേര്, ചെയർപേഴ്സണ്, വൈസ് ചെയർപേഴ്സണ്, 3 മെമ്പേഴ്സ് ഉൾപ്പെടെ 5 പേരാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് അകത്ത് അംഗങ്ങളായിട്ടുള്ളത്. ഈ അംഗങ്ങൾ സംബന്ധിക്കുന്ന കാര്യങ്ങളെല്ലാം പ്രസിഡന്റ് ആണ് തീരുമാനിക്കുക. ഇവരുടെ അപ്പോയിന്റ്മെന്റ്, ചെയർപേഴ്സന്റെയും വൈസ് ചെയർപേഴ്സന്റെയും 3 മെമ്പേഴ്സിന്റെയും അപ്പോയിന്റ്മെന്റുകൾ അവരെ നിയമിക്കുന്നത് പ്രസിഡന്റ് ആണ്. ഇവരുടെ മറ്റ് വർക്കിംഗ് കണ്ടീഷൻസിനെ കുറിച്ചെല്ലാം തീരുമാനിക്കുന്നത് പ്രസിഡന്റ് ആണ്. യൂഷ്വലി ഇപ്പൊ 3 വർഷം എന്നുള്ള ഒരു പീരീഡ് ആണ് ഈ കമ്മീഷന് ഇപ്പൊ നമ്മൾ കൊടുത്തു പോകുന്നത്. അപ്പൊ നിലവില് അല്ലെങ്കിൽ കാലങ്ങളായിട്ട് നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ എന്ന് പറയുന്നത്, ഭരണഘടനയ്ക്കകത്ത് കൃത്യമായിട്ട് 3 വർഷം എന്ന് പറയുന്നില്ല, എന്നാൽ നമ്മൾ ഫോളോ ചെയ്യുന്ന ഒരു പാറ്റേൺ 3 വർഷം ആണ് ഈ കമ്മീഷന്റെ ഒരു കാലാവധിയായിട്ട് നമ്മൾ കൊടുക്കാറുള്ളത്. ഇതുമായി ബന്ധപ്പെട്ട തീരുമാനങ്ങൾ എടുക്കുന്നത് ഇന്ത്യയുടെ രാഷ്ട്രപതി ആയിരിക്കും. പിന്നീട് നമ്മുടെ സ്റ്റേറ്റ്മെന്റിന്റെ അകത്ത് തന്നിട്ടുണ്ടായിരുന്ന ഒരു കാര്യമായിരുന്നു, ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ ചെയർപേഴ്സന്റെ റാങ്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ യൂണിയൻ ക്യാബിനറ്റ് മിനിസ്റ്ററിന്റെ, ഒരു ദേശീയ തലത്തിലുള്ള ഒരു ക്യാബിനറ്റ് മന്ത്രിയുടെ റാങ്കിന് സമാനമായിരിക്കും എന്ന് അവിടെ കൃത്യമായിട്ട് ഭരണഘടനയ്ക്കകത്ത് പറയുന്നുണ്ട്. അത് നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് ഉണ്ടായിരുന്നു. ആ സ്റ്റേറ്റ്മെന്റ് ശരിയായിരുന്നു. അതുപോലെ തന്നെ ഈ കമ്മീഷന്റെ വൈസ് ചെയർപേഴ്സൺ എന്ന് പറയുന്നത് മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ്, യൂണിയൻ കൗൺസിൽ ഓഫ് മിനിസ്റ്റേഴ്സിന്റെ ഭാഗമായിട്ടുള്ള, കേന്ദ്ര മന്ത്രിസഭയുടെ ഭാഗമായിട്ടുള്ള മിനിസ്റ്റർ ഓഫ് സ്റ്റേറ്റ് എന്ന് പറയുന്ന ആ മന്ത്രിയുടെ സമാനമായിട്ടുള്ള റാങ്ക് ആയിരിക്കും ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന്റെ വൈസ് ചെയർപേഴ്സൺ ഉണ്ടാവുക. അതുപോലെ തന്നെ അതിന്റെ അകത്തുള്ള മെമ്പേഴ്സിന് ഉണ്ടാവുക റാങ്ക്സ് ഓഫ് സെക്രട്ടറി ടു ദ ഗവൺമെന്റ് ഓഫ് ഇന്ത്യ ഗവൺമെന്റിന്റെ സെക്രട്ടറി പോസ്റ്റിലേക്കുള്ള ഇരിക്കുന്ന ആളുകളുടെ സിമിലർ ആയിട്ടുള്ള റാങ്ക് ആയിരിക്കും ഈ NCSTന്റെ അകത്തുള്ള 3 മെമ്പേഴ്സിന് ഉണ്ടാവുക എന്നുള്ളതാണ് അടുത്തതായിട്ട് പറയുന്നത്. പിന്നീട് നമ്മൾ PSC എക്സാംസിനൊക്കെ കണ്ടുവരാറുള്ള ഒരു പാറ്റേൺ പ്രകാരം ഒരു കമ്മീഷനൊക്കെ പഠിക്കുമ്പോൾ അതിന്റെ നിലവിലെ ചെയർപേഴ്സൺ ആരാന്നും അറിയണം, അതിന്റെ ആദ്യത്തെ ചെയർപേഴ്സൺ ആരായിരുന്നു എന്നും അറിയണം. നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ്സിന്റെ പ്രഥമ ചെയർപേഴ്സൺ ആയിരുന്നത് കൻവർ സിംഗ് ആയിരുന്നു. കൻവർ സിംഗ് നിലവില് റീസെന്റ് ആണ് പുതിയ ചെയർപേഴ്സൺ വന്നിട്ടുള്ളത്. നിലവിലെ ചെയർപേഴ്സൺ എന്ന് പറഞ്ഞാൽ അന്താർ സിംഗ് ആര്യ എന്ന് പറയുന്ന ആളാണ്. അന്താർ സിംഗ് ആര്യ ഈസ് ദ പ്രസന്റ് ചെയർപേഴ്സൺ ഓഫ് NCST. ഇനി നമുക്ക് ഈ ഒരു കമ്മീഷന്റെ ഫംഗ്ഷൻസിലേക്ക് പോവാം. അതുമായി ബന്ധപ്പെട്ട സ്റ്റേറ്റ്മെന്റും നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ഈ ഒരു കമ്മീഷന്റെ ഫംഗ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ഒന്നാമത്തെ, ഒരുപാട് ഫംഗ്ഷൻസ് ഉണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട 3-4 ഫംഗ്ഷൻസിനെ ഇവിടെ കൊടുത്തു എന്നേ ഉള്ളൂ. ഒന്നാമത്തെ ഫംഗ്ഷൻ അതായിരുന്നു നമ്മുടെ ക്വസ്റ്റ്യന്റെ അകത്ത് ഉണ്ടായിരുന്നത്. ദിസ് കമ്മീഷൻ ഹാസ് ദി പവർ ടു ഇൻവെസ്റ്റിഗേറ്റ് ആൻഡ് മോണിറ്റർ മാറ്റേഴ്സ് റിലേറ്റിംഗ് ടു സേഫ് ഗാർഡ്സ് provided for STs. ST വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സേഫ് ഗാർഡ്സുമായി ബന്ധപ്പെട്ട, അവരുടെ സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങൾക്കകത്ത് അന്വേഷണം നടത്താനും അതിനെ മോണിറ്റർ ചെയ്യാനുള്ള അധികാരം ഈ കമ്മീഷൻ ഉണ്ട് എന്ന് ഭരണഘടന പറയുന്നുണ്ട്. അത് ക്വസ്റ്റ്യനിൽ ഉണ്ടായിരുന്നു. അത് ശരിയായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്. ഈ ഒരു ഫംഗ്ഷൻ മാത്രമല്ല, മറ്റ് ഫംഗ്ഷൻസിലേക്ക് പോവുകയാണെങ്കിൽ ടു എൻക്വയർ ഇൻ ടു സ്പെസിഫിക് കംപ്ലൈന്റ്സ് റിലേറ്റിംഗ് ടു റൈറ്റ്സ് ആൻഡ് സേഫ് ഗാർഡ്സ് ഓഫ് STs. ഷെഡ്യൂൾഡ് ട്രൈബ്സ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സുരക്ഷയെ സംബന്ധിക്കുന്ന, അവകാശങ്ങളെ സംബന്ധിക്കുന്ന ഏതെങ്കിലും വിഷയത്തിന്റെ അകത്ത് സ്പെസിഫിക് ആയിട്ട് കംപ്ലൈന്റുകൾ, പരാതികൾ ലഭിക്കുകയാണെങ്കിൽ അതിനെക്കുറിച്ച് അന്വേഷിക്കാനുള്ള അധികാരം ഈ നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബിന് ഉണ്ടായിരിക്കുന്നതാണ്.
മൂന്നാമത്തെ ഫംഗ്ഷൻ ടു പാർട്ടിസിപ്പേറ്റ് ആൻഡ് അഡ്വൈസ് ഇൻ ദ പ്ലാനിംഗ് പ്രോസസ് റിലേറ്റിംഗ് ടു സോഷ്യോ എക്കണോമിക് ഡെവലപ്മെന്റ് ഓഫ് എസ്ടീസ്. ഷെഡ്യൂൾഡ് ട്രൈബ് വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനത്തിന് ഉതകുന്ന രീതിയിലുള്ള പ്ലാനിംഗ് പ്രോസസ്സിന്റെ അകത്ത് പാർട്ടിസിപ്പേറ്റ് ചെയ്യാനും പങ്കെടുക്കാനും അതിന്റെ അകത്ത് അഡ്വൈസ് നൽകാനും ഉള്ള അധികാരം ആർക്കുണ്ട്? ഈ പറയുന്ന കമ്മീഷൻ ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പൊ വെൽഫെയറിസ്റ്റിക് ആയിട്ടുള്ള പദ്ധതികൾക്കകത്ത് ഈ കമ്മീഷന്റെ ചുമതല എന്ന് പറയുമ്പോൾ ഈ ഒരു വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ പട്ടികവർഗ വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള വെൽഫെയറിസ്റ്റിക് ആയിട്ടുള്ള സ്കീംസ് മെഷേഴ്സ് ഒക്കെ അഡ്വൈസ് ചെയ്യാനും ഒക്കെ ഉള്ള അധികാരം ഈ കമ്മീഷൻ ഉണ്ട് എന്ന് നമ്മൾ മനസ്സിലാക്കണം. അടുത്തതായിട്ട് ടു സബ്മിറ്റ് റിപ്പോർട്ട് ടു ദ പ്രസിഡന്റ് ആനുവലി ആൻഡ് അതർ ടൈംസ് ആസ് എ കമ്മീഷൻ മേ ഡീം ഫിറ്റ് അപ്പോൺ സേഫ് ഗാർഡ്സ് മെഷേഴ്സ് റിക്വയർഡ് ഫോർ എഫക്റ്റീവ് ഇംപ്ലിമെന്റേഷൻ ഓഫ് സ്കീംസ് റിലേറ്റഡ് ടു വെൽഫെയർ ആൻഡ് സോഷ്യോ ഇക്കണോമിക് ഡെവലപ്മെന്റ്സ് ഓഫ് എസ്ടീസ് എന്ന് പറയുന്നു. അതായത് ആനുവലി വർഷാവർഷം രാഷ്ട്രപതിക്ക് ഈ കമ്മീഷനിലുള്ള ആളുകൾ റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യണം. വർഷാവർഷം ആവണമെന്ന് നിർബന്ധമില്ല, ഇടവേളകൾക്കകത്തും സബ്മിറ്റ് ചെയ്യാം. ആ റിപ്പോർട്ട് എന്തിനു സംബന്ധിക്കുന്നതാണ്? എസ്ടി വിഭാഗത്തിൽപ്പെട്ട ആളുകളുടെ സാമൂഹികവും സാമ്പത്തികവുമായിട്ടുള്ള വികസനത്തെ സംബന്ധിക്കുന്ന അവരുടെ ക്ഷേമത്തെ സംബന്ധിക്കുന്ന ഒരുപാട് മെഷേഴ്സ് അല്ലെങ്കിൽ ഒരുപാട് പദ്ധതികൾ ഒരുപാട് സ്കീംസ് ഒക്കെ ഇംപ്ലിമെന്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് നിർദ്ദേശങ്ങൾ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഗൈഡ് ലൈൻസ് ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളും ഇവർക്ക് സജസ്റ്റ് ചെയ്യാനുള്ള അധികാരമുണ്ട്. അതിനെ സംബന്ധിക്കുന്ന റിപ്പോർട്ടുകൾ ആനുവലി എന്തൊക്കെ പദ്ധതികൾ എസ്ടി ഡെവലപ്മെന്റിന് വേണ്ടി ചെയ്തു, ഇനി എന്തൊക്കെ ചെയ്യാൻ വേണ്ടി ഉദ്ദേശിക്കുന്നു, ഗവൺമെന്റുകൾ എന്തൊക്കെ ചെയ്യേണ്ടതായിട്ടുണ്ട്, ഇത്തരത്തിൽ ഇങ്ങനെയുള്ള കാര്യങ്ങളെ കുറിച്ചൊക്കെ ആനുവലി അല്ലെങ്കിൽ ആവശ്യാനുസരണം പ്രസിഡന്റിന് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാനുള്ള അതോറിറ്റിയും ഈ ഒരു കമ്മീഷന്റെ ഫംഗ്ഷൻ ആയിട്ട് വരുന്നുണ്ട്. അപ്പൊ മൊത്തത്തിൽ പറയുകയാണെങ്കിൽ എസ്ടി വിഭാഗത്തിന്റെ ഉന്നമനത്തിന് വേണ്ടിയിട്ട് അവരെ കുറിച്ച് അവരുടെ അവകാശങ്ങളെ ലംഘിക്കുന്ന എന്തെങ്കിലും പരാതി ലഭിച്ചു കഴിഞ്ഞാൽ അതിൽ അന്വേഷണം നടത്താൻ വേണ്ടി അവരെ കുറിച്ച് അവരുടെ വെൽഫെയറിന് വേണ്ടിയിട്ടുള്ള പദ്ധതികൾ ആവിഷ്കരണം ചെയ്യാൻ വേണ്ടിയിട്ട് അതിനെക്കുറിച്ച് റിപ്പോർട്ട് സബ്മിറ്റ് ചെയ്യാൻ വേണ്ടി രാഷ്ട്രപതിക്ക് അതിനൊക്കെയുള്ള അധികാരപ്പെട്ട ഒരു കമ്മീഷനാണ് നാഷണൽ കമ്മീഷൻ ഫോർ ഷെഡ്യൂൾഡ് ട്രൈബ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ ഒരു ചോദ്യമാണ് ഇവിടെ ഡിസ്കസ് ചെയ്തത്. ഒരു ചോദ്യത്തിലൂടെ നമ്മൾ മത്സര പരീക്ഷകൾക്കൊക്കെ ഉപകാരപ്പെടുന്ന രീതിയിലുള്ള ഒരു ക്ലാസ് ആണ് ഇവിടെ. ഒരു ചെറിയ കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ച് അല്ലെങ്കിൽ ഒരു വളരെ കുറച്ച് കാര്യങ്ങൾ പഠിക്കാനുള്ള ഒരു കോൺസ്റ്റിറ്റ്യൂഷണൽ ബോഡിയെ കുറിച്ച് നമ്മൾ ഈ ക്വസ്റ്റ്യനിലൂടെ ഡിസ്കസ് ചെയ്ത് പോയിട്ടുണ്ടായി. അപ്പൊ നിങ്ങൾക്ക് ഈ ക്ലാസ് ഉപകാരപ്പെട്ടെന്ന് വിചാരിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി മറ്റൊരു വീഡിയോയിൽ കാണാം. താങ്ക് യു.